ഇന്ന് മറ്റൊരു പ്രൊമോ കൂടി വന്നിരിക്കുകയാണ്. ആ പ്രൊമോൻ്റെ അകത്ത് ജാസ്മിനും നമ്മുടെ ജിൻഡോയും തമ്മിലാണ് പൊരിഞ്ഞടി നടക്കുന്നത്. ജാസ്മിൻ ജിൻഡോയുടെ തന്തയ്ക്ക് വിളിക്കുന്നുണ്ട്, ജിൻഡോ തിരിച്ചും വിളിക്കുന്നുണ്ട്. ആദ്യം ജാസ്മിനാണ് വിളിക്കുന്നത്, അതിന് അതേ നാണയത്തിൽ ജിൻഡോയും മറുപടി കൊടുക്കുന്നുണ്ട്. ഈ സീസണിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ സീസണ് തുടക്കം മുതൽ നല്ല റേറ്റിംഗ് ഉള്ളൊരു സീസണാണ്. മറ്റു സീസണുകളെ അപേക്ഷിച്ച് തുടക്കം മുതൽ റേറ്റിംഗ് ലഭിച്ചൊരു സീസണാണ് ഈ സീസൺ. പക്ഷേ ഈ സീസണിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ഫേവറേറ്റുകളില്ല. അങ്ങനെ പ്രത്യേകിച്ച് പുറത്ത് വലിയ ഫേവറേറ്റോ ഫാൻ ബേസോ ആർക്കും ഇല്ല. എല്ലാവരും അത്യാവശ്യം നല്ല രീതിയിൽ ഗെയിം കളിക്കുന്നുണ്ട് എന്നല്ലാതെ ഒരു വലിയ രാജാവോ റാണിയോ ഒന്നും പഴയ സീസൺ പോലെ ഇല്ല. ഒരു കണക്കിന് അതില്ലാത്തതാണ് നല്ലത്. ഈ സീസൺ എന്താ സംഭവിക്കാൻ പോകുക വെച്ചാൽ, ഇനി വരുന്ന വൈൽഡ് കാർഡേഴ്സിന് വിജയിക്കാൻ ഒരുപാട് സാധ്യതയുള്ളൊരു സീസണാണ്. പക്ഷേ മറ്റു സീസണുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ റേറ്റിംഗ് വിജയകരമായി മുന്നോട്ട് പോകുന്നൊരു സീസണാണിത്. അതെന്താണെന്ന് വെച്ചാൽ, എല്ലാവരും അത്യാവശ്യം കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് മറ്റ് സീസണുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. അത് തുടക്കം മുതൽ ആദ്യ ആഴ്ച മുതൽ വല്ലാണ്ട് കണ്ടൻറ്റ് ക്രിയേഷൻ അവിടെ നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് റേറ്റിംഗ് കൂടിയത്. പക്ഷേ വൈൽഡ് കാർഡേഴ്സിന് ഒരുപാട് വിന്നിങ് സാധ്യതയുള്ളൊരു സീസണാണ്. കാരണം എന്താ വെച്ചാൽ, ഇതുവരെ 25 ദിവസത്തോളം ആവാനായി അവിടെ ഒരു വിന്നിങ് മെറ്റീരിയൽ ഇല്ല. ജയിക്കാൻ സാധ്യത മാത്രമുള്ള കഴിവുള്ളൊരു വിന്നിങ് മെറ്റീരിയൽ അവിടെ ഇല്ല. പ്രേക്ഷകരുടെ ഉള്ളിലേക്ക് കയറാൻ പറ്റിയൊരു വിന്നിങ് മെറ്റീരിയൽ ഇതുവരെ അവിടെ ഇല്ല. ഉള്ളവർക്കെല്ലാം ഓരോരോ പോരായ്മകൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന വൈൽഡ് കാർഡ്സിന് വിജയിക്കാൻ ഒരുപാട് സാധ്യതയുള്ള ഒരു സീസണാണ് ഇത്.